ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1 ലേഖനം 5-ാം അധ്യായം 2-ാം തിരുവചനം നമ്മളോട് പറയുന്നു: ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ പരിപാലിക്കും. ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കണം. 8 കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് അത് നിർബന്ധം മൂലമായിരിക്കരുത്. മൂന്നാമതായി പറയുന്നത് ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ദൈവത്തെ പ്രതി സന്മനസ്സോടെ അജഗണത്തെ പരിപാലിക്കുവാൻ തയ്യാറാകണം. വീണ്ടും അവിടുന്ന് പറയുന്നത് അത് ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിന്മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. അജഗണത്തിൻ്റെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ, അജഗണത്തെ മേയ്ക്കുന്ന തലവന്മാരുടെ ഇടയൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന അജഗണത്തെ പരിപാലിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം പരിപാലിക്കുമ്പോൾ, അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ, ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാനം എത്രയോ വലുതാണ്. ദൈവം നമ്മളെ ഫലമേൽപ്പിക്കുമ്പോൾ, അജഗണത്തെ പരിപാലിക്കുവാനായി ഏൽപ്പിക്കുമ്പോൾ അത് ലാഭേച്ഛയോടെ ആയിരിക്കരുത്. എനിക്കെന്ത് ലഭിക്കുമെന്നല്ല നോക്കേണ്ടത്, എനിക്കെന്ത് നൽകുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. അത് തീഷ്ണതയോടെ ആയിരിക്കുക. അജഗണത്തിന്മേൽ ഒരിക്കലും ഭാരം അടിച്ചേൽപ്പിക്കരുത്. അതാണ് പറഞ്ഞത്, അവരുടെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക കാണിച്ചുകൊണ്ടായിരിക്കണം. സ്നേഹമുള്ളവരെ, പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകിയ സന്ദേശത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയാം. നമ്മുടെ കുറവുകൾ തിരിച്ചറിയുവാനും തിരുത്തേണ്ടത് തിരുത്തി മുന്നേറുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.